വിശകലനത്തിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. അപ്പോൾ അവരെ സംരക്ഷിക്കേണ്ട മുഴുവൻ ഉത്തരവാദിത്വവും സാക്കുറയ്ക്കാണ് വന്നു ചേരുന്നത്. ആ സമയത്താണ് ശത്രുവായ കിൻസുച്ചി അവളുടെ മുടിയിൽ പിടിച്ചു വലിക്കുന്നത്. ശരിയാണ്. അപ്പോ സാകുറയ്ക്ക് വളരെ വേദനാജനകമായ ഒരു തിരിച്ചറിവ് അവിടെ ഉണ്ടാകുന്നുണ്ട്. അതൊരു സാധാരണ പേടിയല്ല. താൻ ഇത്രയും കാലം ജീവിച്ചത് ഒരു വലിയ നുണയിലാണെന്ന യാഥാർത്ഥ്യമാണ് അവൾ അവിടെ മനസ്സിലാക്കുന്നത്. എന്താ പറയുക, എപ്പോഴും നാറുട്ടോയെ കളിയാക്കിയിരുന്ന അവൾ ശരിക്കും അവനേക്കാൾ എത്രയോ പിന്നിലാണെന്ന് തിരിച്ചറിയുകയാണ്. സസുകയെ മാത്രം ആശ്രയിച്ച് ജീവിച്ച അവൾക്ക് സ്വന്തം സുഹൃത്തുക്കളെ പോലും രക്ഷിക്കാൻ കഴിയുന്നില്ല. ആ നിമിഷം നിങ്ങളുടെ ലോകം മുഴുവൻ മുന്നിലിരുന്ന് തകരുന്നത് പോലെ തോന്നും. തീർച്ചയായും ആ ഒരു നിസ്സഹായതയിൽ നിന്നാണല്ലോ കഥയിലെ ഏറ്റവും വലിയ മാറ്റം വരുന്നത്. അവൾ ആ നീണ്ട മുടി കുനായി ഉപയോഗിച്ച് മുറിച്ചു മാറ്റുന്നു. ഒരു ശലഭപ്പുഴു കൊക്കൂൺ പൊട്ടിച്ചു പുറത്തു വരുന്നത് പോലെ, അല്ലേ? അതെ അതെ, അത് വളരെ അർത്ഥവത്തായ ഒരു കാര്യമാണ്. കാരണം സസുക്കയ്ക്ക് നീണ്ട മുടിയുള്ള പെൺകുട്ടികളെയാണ് ഇഷ്ടമെന്ന ചിന്തയിലായിരുന്നല്ലോ അവൾ അത് വളർത്തിയിരുന്നത്. അപ്പൊ ഈ മുടി മുറിക്കുന്നത് വെറുമൊരു സ്റ്റൈൽ മാറ്റമല്ല, മറിച്ച് അവളുടെ പഴയ വ്യക്തിത്വത്തെയും അഹങ്കാരത്തെയും അവൾ തന്നെ ഇല്ലാതാക്കുന്നതാണ്. ഇനി ഞാൻ ആരെയും ആശ്രയിക്കില്ല എന്നവൾ ഉറപ്പിക്കുകയാണ്. ആ തീരുമാനം ശരിക്കും നിർണായകമാണ്. കാരണം മുടി മുറിച്ചതുകൊണ്ട് അവൾ പെട്ടെന്ന് വലിയൊരു പോരാളിയൊന്നും ആവുന്നില്ലല്ലോ. ഇല്ല, പെട്ടെന്ന് ശക്തിയൊന്നും വരുന്നില്ല. അവളെ സഹായിക്കാൻ റോക്ലി വരുന്നുണ്ട്, അവന്റെ ഫ്രണ്ട് ലോട്ടസ് പ്രയോഗിക്കുന്നു, അതുപോലെ ടീം 10 വരുന്നുണ്ട്. എന്നിട്ടും അവരൊക്കെ പരാജയപ്പെടുകയാണ്. സാകുരയ്ക്ക് ശാരീരികമായി ശത്രുക്കളെ നേരിടാനുള്ള ശക്തി അപ്പോഴും ഇല്ല, പക്ഷെ അവളുടെ മാനസിക കരുത്ത് അവിടെ വ്യക്തമാണ്. അവൾ ഒളിച്ചോടുന്നില്ല. അവിടെയാണ് കഥയിലെ ഏറ്റവും വലിയ വൈരുദ്ധ്യം നമ്മൾ കാണുന്നത്. സാക്കുറ സ്വന്തം ദൗർബല്യങ്ങൾ മനസ്സിലാക്കി മാനസികമായി കരുത്ത് നേടുമ്പോൾ സസുക്കെ ഉണരുന്നത് തികച്ചും വ്യത്യസ്തമായ ഒരു രൂപത്തിലാണ്. ഭയപ്പെടുത്തുന്ന ഒരു രൂപത്തിൽ. അതെ, ഓറോച്ചിമാരു അവനിൽ പതിപ്പിച്ച ആ കേഴ്സ്ഡ് സീൽ അല്ലെങ്കിൽ ശാപമുദ്ര സജീവമാകുന്നു. ഈ സീൽ പ്രവർത്തിക്കുന്ന രീതി ഭയങ്കര കൗതുകകരമാണ്. അത് സസുക്കയുടെ ഉള്ളിലെ ഏറ്റവും ഇരുണ്ട ചിന്തകളെ വലിച്ചെടുത്ത് അവന് നിയന്ത്രണമില്ലാത്ത ശക്തി നൽകുന്നു. അതായത് അടിസ്ഥാനപരമായി അത് അവന്റെ യുക്തിയെ നശിപ്പിക്കുകയാണല്ലേ? അതെ, ഒരു മനുഷ്യനല്ല, ഒരു കാട്ടുമൃഗത്തെ പോലെയാണ് അവൻ ഉണർന്നു വരുന്നത്. ആ ശക്തി ശരിക്കും പേടിപ്പിക്കുന്നതാണ്. സാഹു എന്ന ശത്രുവിനെ അവൻ നേരിടുന്നത് വെറുതെ ആക്രമിക്കാനല്ലല്ലോ, അവനെ വേദനിപ്പിച്ച് ആസ്വദിക്കാൻ വേണ്ടിയാണ് അവൻ ആ കൈകൾ വലിച്ചൊടിക്കുന്നത്. ഈ ക്രൂരത കണ്ട് കരഞ്ഞുകൊണ്ട് അവൾ ഓടിച്ചെന്ന് അവനെ പിന്നിൽ നിന്ന് കെട്ടിപ്പിടിച്ചു നിർത്താൻ അപേക്ഷിക്കുകയാണ്. സ്വന്തം ശരീരത്തിലേക്ക് ആ ഇരുണ്ട ശക്തി ഇരച്ചു കയറുമ്പോഴും സാക്കുറയുടെ ആ വാക്കുകൾ സസുക്കയെ പഴയ അവസ്ഥയിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. മറ്റുള്ളവരെ ആശ്രയിച്ചിരുന്ന ഒരു പെൺകുട്ടിയിൽ നിന്ന് നിയന്ത്രണം നഷ്ടപ്പെട്ട സസുക്കയെ പോലും ശാന്തമാക്കാൻ അവൾക്ക് കഴിഞ്ഞു. ശരിക്കും വലിയൊരു മാറ്റമാണത്. ഇതിനിടയിൽ ശത്രുവായ ദോസു പിന്മാറുന്നുണ്ടെങ്കിലും അവനൊരു കാര്യം മനസ്സിലാകുന്നില്ല. അതായത് ഒറോച്ചിമാരു സസുക്കയെ കൊല്ലാനാണ് നിർദ്ദേശിച്ചതെങ്കിൽ പിന്നെ എന്തിന് ഇത്രയും അപകടകരമായ ഈ കേഴ്സ്ഡ് സീൽ അവന് നൽകിയെന്ന്? അതൊരു വലിയ ചോദ്യം തന്നെയാണ്. ഭാവിയെ മാറ്റിമറിക്കാൻ പോകുന്ന ഒരു നീക്കം.